മാഘമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷഡ്തില ഏകാദശി. തിലയുമായി ബന്ധപ്പെട്ട് എള്ളുമായി ബന്ധപ്പെട്ടാണ് ഈ ഏകാദശി ആചരിക്കുന്നത്. മാഘമാസത്തിൽ അഥവാ മകരമാസത്തിൽ വരുന്ന ഏകാദശിയാണ് ഷഡ്തില ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തില എന്ന് പറയുന്നത് എള്ളാണ് ഈ ഏകാദശി ആചരണം. മാഘമാസം അഥവാ മകരമാസം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മാസമാണ്. മാഘസ്നാനത്തിന് ദാനത്തിന് ഒക്കെ വളരെ ശ്രേഷ്ഠമായ മാസമാണ്. മാഘമാസത്തിൽ എള്ള് ദാനം ചെയ്താൽ മതി എത്രയോ നമ്മുടെ സകല പാപങ്ങളും വിട്ടൊഴിയാൻ, പ്രത്യേകിച്ച് ഷഡ്തില ഏകാദശി ദിനത്തിൽ. അവരവരുടെ ധനസ്ഥിതി അനുസരിച്ച് എള്ളും വസ്ത്രവും ഒക്കെ ദാനം ചെയ്താൽ പിന്നീട് നമുക്ക് എത്രയോ ജന്മം ഉണ്ടെങ്കിലും കഷ്ടപ്പാടോ ദുരിതവും ഉണ്ടാവില്ല, പൂർണ്ണ ആരോഗ്യവും ഉണ്ടാവും അത്രേ. അന്നേ ദിവസം ഏകാദശി വ്രതം കൂടി നോക്കി അന്ന് നമ്മൾ ഈ ദാനം ചെയ്താൽ അനായാസേന സർവ്വ പാപങ്ങളും നിമിത്തനായിട്ട് മോക്ഷം നേടുമെന്നും പറയുന്നു. ഒരിക്കൽ മഹാപാപികളായ മനുഷ്യർക്ക് നാരകയാതന അനുഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ഉപായം ഉണ്ടോ എന്നുള്ള ധാൽഭ്യ മഹർഷിയുടെ ചോദ്യത്തിന് പുലസ്ത്യ മഹർഷി വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഈ ഷഡ്തില ഏകാദശിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നത്. ഏകാദശി ദിനത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചിട്ട് 6 രീതിയിൽ എള്ള് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എള്ള് ചേർന്നുള്ള വെള്ളത്തിൽ തിലസ്നാനം, 2 എള്ള് ദാനം ചെയ്യുക, 3 എള്ള് കൊണ്ട് ഹോമം നടത്തുക, 4 എള്ള് നടുക, എള്ള് ചേർന്ന വെള്ളം കുടിക്കുക, എള്ള് ചേർത്ത് ഭക്ഷണം കഴിക്കുക. ഈ 6 കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് ഷഡ്തില ഏകാദശി പൂർണ്ണമാകുന്നത്. അത്രയ്ക്ക് മഹാത്മ്യം ഏറിയതാണ് എള്ള്. തിലോഹോമത്തിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സകല പാപങ്ങളും തീർക്കുന്നത് എള്ള് സമർപ്പിച്ചുകൊണ്ടുള്ള പൂജകളാണ്. ഷഡ്തില ഏകാദശി തിഥി ജനുവരി 24 സന്ധ്യ കഴിഞ്ഞ് രാത്രി 7:25 ആരംഭിച്ച് ജനുവരി 25 രാത്രി 8:32 അവസാനിക്കുന്നു. ജനുവരി 26 രാവിലെ 7:12 മുതൽ 9:23 വരെ ഉള്ള സമയത്താണ് നമ്മൾ പാരണ വീഴേണ്ടത്. ഹരിവാസന സമയം വരുന്നത് ജനുവരി 25 ഉച്ചയ്ക്ക് 2:15 മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് പുലർക്കാലെ ജനുവരി 26 2:38 വരെയുള്ള സമയത്താണ്. ഹരിവാസനത്തിൽ ജലപാനം പോലും ഇല്ലാതെ അഖണ്ഡ നാമജപം വളരെ പുണ്യം ചെയ്യും. ഏകാദശിയുടെ അന്ന് തുളസിയില നുള്ളാനോ പാടുള്ളതല്ല. തലേ ദിവസം തുളസിയില നുള്ളി വെള്ളം തളിച്ച് പൂജയ്ക്ക് എടുക്കാവുന്നതാണ്. ദശമിയുടെ അന്ന് ഒരിക്കലൂണായി വ്രതം എടുത്ത് ഏകാദശിയുടെ അന്ന് കഴിയുന്നവർ പൂർണ്ണ ഉപവാസത്തോടെയോ അല്ലാത്തവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെറിയ ഭക്ഷണങ്ങളോ പഴങ്ങളോ ഇളനീരോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഈ വ്രതം ആചരിക്കുന്നത് ഇങ്ങനെയാണ്. നാമജപവും സമർപ്പണവുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഷഡ്തില ഏകാദശി വ്രതം അനുസരിച്ച് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.